എല്ലാവർക്കും നമസ്കാരം. ഇസ്രായേലി സൈന്യത്തിന്റെ കണക്കനുസരിച്ച് 2023 ഒക്ടോബർ 7-ാം തീയതി തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 251 പേരെയാണ് ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയത്. ഇവരിൽ 49 പേർ ഇപ്പോഴും ഗസയിൽ തന്നെ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇതിൽ 27 പേർ മരിച്ചതായും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഈ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രായേൽ ഗസയിൽ സൈനിക നടപടി ആരംഭിച്ചത്. ഈ വർഷം ജനുവരി 19 മുതൽ മാർച്ച് 17 വരെ 1800 ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി 33 ബന്ദികളെ മോചിപ്പിച്ചിരുന്നു. ഇവരിൽ 8 പേർ മരിച്ചവരായിരുന്നു. നിലവിൽ ഗസ സിറ്റിയിൽ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ബന്ദിമോചനം, ഒക്ടോബർ 7-നുള്ള പ്രതികാരം എന്നിവ ഇസ്രായേൽ തുടരുന്ന സാഹചര്യത്തിൽ ഗസയിൽ നിന്നും കൂട്ടപലായനങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈനിക നീക്കം ഇത്തരത്തിൽ വിപുലമാകുന്ന സാഹചര്യത്തിൽ ഗസ സിറ്റിയിൽ ഇസ്രായേലി കരസേന ഓപ്പറേഷന് മുന്നോടിയായി ഹമാസ് ബന്ദികളെ തുരങ്കത്തിൽ നിന്നും മാറ്റിയെന്നും ഇവരെ വീടുകളിലേക്കും കൂടാരങ്ങളിലേക്കും മാറ്റി പാർപ്പിച്ചതായും ഇസ്രായേലിന്റെ ക്യാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്ററിനോട് സംസാരിച്ച ഫലസ്തീൻ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ നീക്കം നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ബന്ദിമോചനം ഇസ്രായേലിന് സാധ്യമായാൽ പിടിച്ചു നിൽക്കാനുള്ള ഹമാസിന്റെ അവസാന സാധ്യതയും മങ്ങും. എന്നാൽ എല്ലാ ബന്ദികളെയും ഈ രീതിയിൽ മാറ്റിയിട്ടുണ്ടോ എന്നോ ഈ രീതി എത്രത്തോളം വ്യാപകമാണോ എന്നോ സ്ഥിരീകരിച്ചിട്ടില്ല. തുരങ്കങ്ങളിൽ നിന്നും ബന്ദികളെ സിവിലിയൻ പ്രദേശത്തേക്ക് മാറ്റിയാൽ ഓരോ ഇസ്രായേൽ പൗരന്റെ ജീവനും വലിയ വില കൊടുക്കുന്ന ഇസ്രായേൽ ഗസയിലെ ആക്രമണങ്ങൾ മയപ്പെടുത്താനും നിലവിലെ ഓപ്പറേഷനുകൾ മാറ്റാനും നിർബന്ധിതമാകുമെന്നതാണ് സത്യം. ഇത് മുന്നിൽ കണ്ടാണ് ഗസയിൽ ഹമാസിന്റെ ഈ നീക്കങ്ങൾ. ഗസ നഗരത്തിനായുള്ള ഇസ്രായേലി സൈനിക ആസൂത്രണം പുത്തൻ രീതിയിലേക്ക് ഇസ്രായേൽ മാറ്റിയാൽ ഹമാസിന് കുറച്ചുനാൾ കൂടി പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഗസ സിറ്റിയിൽ അവർക്ക് പുതിയ ഓപ്പറേഷനുകൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നമുക്കറിയാം, 41 കിലോമീറ്റർ നീളവും 6 മുതൽ 12 കിലോമീറ്റർ വരെ വീതിയുമുള്ള ചെറിയൊരു മേഖലയാണ് ഗസ. 365 ചതുരശ്ര കിലോമീറ്ററിൽ 23 ലക്ഷത്തോളം ജനങ്ങൾ കഴിയുന്ന ഇടമാണ്. ഇതാണ് ഗസ. കിഴക്കൻ ഇസ്രായേലും പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടലും തെക്കു പടിഞ്ഞാറ് ഈജിപ്തുമുള്ള ഈ പ്രദേശം ഇസ്രായേലിനുള്ളിലെ ഒരു ദ്വീപ് പോലെ അവശേഷിക്കുന്ന ഗസ മുനമ്പിന്റെ ഭൂമിശാസ്ത്രമാണ്. ഡൽഹി മെട്രോയേക്കാൾ വലിയ തുരങ്കമാണ് ഗസയിൽ ഹമാസ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോഴും ആ തുരങ്കങ്ങളിൽ നിരവധി ബന്ദികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ബന്ദികളെയാണ് ഇപ്പോൾ വീടുകളിലേക്കും ടെന്റുകളിലേക്കും മാറ്റിയതായുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ വരുന്നത്. ഒക്ടോബർ ആക്രമണത്തിന് നേതൃത്വം നൽകിയവരും ഇതേ ഗസയിൽ നിന്നാണ്. ആശുപത്രിക്കും സ്കൂളുകൾക്കും ഇടയിൽ നിന്ന് റോക്കറ്റ് വിടുന്നതും കുട്ടികളെയും സ്ത്രീകളെയും മനുഷ്യകവചമായി ഉപയോഗിക്കുന്നതും ഈ ഗസയിൽ നിന്നാണ്. ഇസ്രായേൽ സൈനിക നീക്കം നടക്കുമ്പോഴും ഗസയിൽ മിസൈലുകളും റോക്കറ്റുകളും നിർബാധം വരുന്നുണ്ട്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ സാന്നിധ്യമില്ലാത്ത അവസ്ഥ വന്നാൽ എന്തായിരിക്കും ഗസയിലെ ഹമാസിന്റെ അവസ്ഥയെന്നും അവർ നിലവിലെ ഈ പരിമിതമായ സാഹചര്യത്തിൽ പോലും ഗസയിലെ ജനങ്ങളെ മനുഷ്യകവചമാക്കി ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ സൈനിക സാന്നിധ്യം ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ വലിയൊരു തീവ്രവാദ രാഷ്ട്രമായി ഗസയെ ഇവർ മാറ്റുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ ഗസയെ പൂർണ്ണമായും സൈനികവൽക്കരിക്കുക, അങ്ങനെ ഹമാസിനെ തുരത്തുക എന്നതാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇപ്പോൾ തന്നെ തെക്കൻ ഗസയും സെൻട്രൽ ഗസയും IDF നിയന്ത്രിക്കുന്ന റെഡ് സോണായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വെറും 25 കിലോമീറ്റർ നീളവും 20 കിലോമീറ്റർ വീതിയുമുള്ള അൽമവാസി ദർ അൽബല ഭാഗത്തേക്ക് ഗസ നിവാസികളെ ഒതുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് 15 ലക്ഷം പേർ കഴിയുന്നത്. യുദ്ധത്തിന് ശേഷം ഒരു ടെന്റ് സിറ്റിയായി ഈ മേഖല മാറിയിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഗസക്കാർ ഖാൻ യൂണിസിലാണ്. 5 ലക്ഷം പേരാണ് ഇവിടെ ജീവിക്കുന്നത്. ഇതിന്റെ പകുതിയും IDFന്റെ റെഡ് സോൺ ആണ്. എന്തായാലും നിലവിൽ IDFന്റെ സൈനിക മുന്നേറ്റത്തെ തടുക്കാൻ വേണ്ടി ബന്ദികളെ ഈ പറഞ്ഞ തുരങ്കങ്ങളിൽ നിന്നും മാറ്റി ടെന്റുകളിലേക്കും വീടുകളിലേക്കും മാറ്റിയിരിക്കുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഗസയിൽ നിന്നും വരുന്നത്.